ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നല്ലെണ്ണയാണ്. നല്ലെണ്ണയിൽ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് പച്ചമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതായത് പച്ചമണമൊക്കെ മാറി ഒന്ന് ബ്രൗൺ കളർ, ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിട്ട് നല്ലതുപോലെ വഴറ്റിയത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി മതിയാവും. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ ഇത് വറ്റൽ മുളക് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ്. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് ഇളക്കിയാൽ മതിയാവും. അതിനുശേഷം കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ. ക്രഷ് ചെയ്ത വറ്റൽ മുളക് ഇട്ടിട്ടുള്ളത് കൊണ്ട് കുറച്ച് മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വിനാഗിരി മതിയാവും. അത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിനാഗിരി ചേർക്കുന്നത്. കുറച്ച് വിനാഗിരി മതിയാവും. കുറച്ച് ചേർത്തിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം ഇത് ഉപ്പിട്ട് വെച്ചിരിച്ചിട്ടുള്ള മാങ്ങയാണ്. മാങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ മസാലയൊക്കെ അതിനകത്ത് പിടിക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് ഉപ്പിട്ടൊരു 1 മണിക്കൂറോളം നമ്മൾ അരിഞ്ഞിട്ട് ഉപ്പിട്ട് വെച്ച മാങ്ങയാണ്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനകത്തോട്ട് നല്ല രീതിയിൽ അത് യോജിച്ച് ആ ഉപ്പും എല്ലാം നല്ല രീതിക്ക് പിടിക്കുന്ന രീതിയിൽ നമ്മൾ നല്ലോണം ആ മസാലയൊക്കെ മാങ്ങയിൽ ചേരുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് മാങ്ങാച്ചാർ. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ കുറച്ച് കായം ചേർക്കുന്നുണ്ട് കേട്ടോ, അത് പറയാൻ മറന്നുപോയി. ലാസ്റ്റ് നമ്മൾ കുറച്ച് കായം ചേർക്കുന്നുണ്ട്. കായം കൂടെ ചേർത്തിട്ട് അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തണുക്കുന്നത് വരെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ചൂടൊക്കെ നല്ല രീതിയിൽ തണുത്തതിന് ശേഷം നമുക്കൊരു കുപ്പിയിലാക്കി കുറേ നാൾ കേടുവരാതിരിക്കും. ഇത് നമുക്ക് ഒരു 6 മാസത്തോളമൊക്കെ ഞങ്ങൾ വീട്ടിൽ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. കുറേ നാൾ കേടുവരാതിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.